നമസ്കാരം. പാർട്ടിയുടെ ചുക്കാൻ വീണ്ടും കണ്ണൂരിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു. എം.വി. ഗോവിന്ദൻ വീണ്ടും സംസ്ഥാന സെക്രട്ടറി ആയതോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും കണ്ണൂരുകാർ തന്നെയായി. കർഷക സമരങ്ങളുടെയും സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെയും മണ്ണായ മൊറാഴയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ ഉശിരുമായി എം.വി. ഗോവിന്ദൻ വീണ്ടും CPM-ന്റെ അമരത്തേക്ക് വന്നിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണന് ശേഷം കണ്ണൂരുകാരനായ മറ്റൊരാൾ കൂടി CPM-നെ നയിക്കാൻ നിയോഗിക്കപ്പെടുന്നതോടെ പാർട്ടിയിൽ വീണ്ടും കണ്ണൂരിന്റെ ആധിപത്യം തുടരുകയാണ്. ബ്രിട്ടീഷ് സർക്കാർ തൂക്കുകയർ വിധിച്ച കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് മൊറാഴ. കഴുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മൊറാഴ സമരനായകൻ KPR ഗോപാലൻ മാടായിൽ നിന്ന് ആദ്യ കമ്മ്യൂണിസ്റ്റ് നിയമസഭാ അംഗമാകുമ്പോൾ എം.വി. ഗോവിന്ദന് വെറും 4 വയസ്സ് മാത്രമാണ് പ്രായം. കമ്മ്യൂണിസ്റ്റ് ചരിത്രം ചുറ്റും കോട്ടകെട്ടി നിൽക്കുന്ന ഗ്രാമങ്ങളിലൂടെ 8-ാം വയസ്സിൽ ബാലസംഘത്തിന്റെ കൊട്ടിപ്പറത്തി നടന്ന ബാലനിൽ നിന്ന് പോരാട്ടവും ചരിത്രവും സിദ്ധാന്തവും ഇഴകീർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കുള്ള 6 പതിറ്റാണ്ടിന്റെ സമരനിർഭരമായ രാഷ്ട്രീയ യാത്രകളുടെ പേരാണ് എം.വി. ഗോവിന്ദൻ. വിപ്ലവ ഭൂമിയായ മൊറാഴയുടെ മണ്ണിൽ നിന്നും പോളിറ്റ് ബ്യൂറോ വരെ ഉയർന്ന എം.വി. ഗോവിന്ദൻ മാസ്റ്റർ 6 പതിറ്റാണ്ടിന്റെ പൊതുപ്രവർത്തനത്തിലെ അനുഭവ സമ്പത്തുമായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥയിൽ ഉരുകിത്തെളിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ MLA ആയും മന്ത്രിയായും പാർലമെന്ററി രംഗത്തും മികവ് തെളിയിച്ചു. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലെ കാർക്കശ്യം, അതുല്യമായ സംഘാടന പാഠവും നാട്ടുകാർക്കിടയിലെ സൗമ്യ സാന്നിധ്യം, കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ട ഭൂമിയായ മൊറാഴയുടെ സമര പാരമ്പര്യവുമാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എന്ന നേതാവിനെ രൂപപ്പെടുത്തിയത്. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ യുവജന കർഷക പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്ന് നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. DYFIയുടെ പ്രഥമ പ്രസിഡന്റും പിന്നീട് സെക്രട്ടറിയുമായി. അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ കൊടിയ പോലീസ് പീഡനവും 4 മാസം ജയിൽവാസവും അനുഭവിച്ചു. 1970-ൽ പാർട്ടി അംഗത്വത്തിലെത്തിയ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ 1991-ൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 മുതൽ 2006 വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1996 മുതൽ 2006 വരെ തളിപ്പറമ്പ് MLA ആയിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ പാർലമെന്ററി രംഗത്തും മികവ് തെളിയിച്ചു. 2006-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും 2018-ൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗം. 1996-ലും 2001-ലും 2021-ലും നിയമസഭാ അംഗം. 2ാം പിണറായി മന്ത്രിസഭയിലെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. 2022-ൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി. നേരത്തെ ദേശാഭിമാനി ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചു. കണ്ണൂരിലെ മൊറാഴയിൽ കുഞ്ഞമ്പുവിൻ്റെയും മാധവിയമ്മയുടെ മകനായി 1953 ഏപ്രിൽ 23-ന് ജനിച്ച എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ P.K. ശ്യാമളയാണ് ഗോവിന്ദന്റെ ഭാര്യ. ശ്യാംജിത്ത്, രംഗീത് എന്നിവരാണ് മക്കൾ. CH കണാകരനും E.K. നയനാർക്കും ചടയൻ ഗോവിന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശേഷമാണ് കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു കരുത്തനായ നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തുന്നത്. പാർട്ടി കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ഗോവിന്ദന്റെ സംഘാടക മികവ് 2ാം ഊഴത്തിൽ പകരക്കാരനില്ലാത്ത നേതാവാക്കി മാറ്റുകയായിരുന്നു. നിലവിൽ തളിപ്പറമ്പ് മണ്ഡലം MLA കൂടിയാണ് എം.വി. ഗോവിന്ദൻ.